ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാടിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിലാണ്. ചരിത്രവും ശില്പകലയും ഒത്തുചേർന്ന മഹാബലിപുരത്ത്. കടലും ശില്പകലയും ഒത്തുചേർന്ന ഈ മഹാനഗരത്തിന്റെ കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഷോർ ടെമ്പിളിൽ നിന്നാണ്. കടൽക്കരയിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. കടലിനോട് ഫേസ് ചെയ്തിട്ടാണ് പല്ലവ രാജാക്കന്മാര് ഇത് പണിതിട്ടുള്ളത്. 1300ഓളം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ അത്. അതുപോലെ യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിൽ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. മഹാബലിപുരത്തിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ 7ാം നൂറ്റാണ്ടില് പല്ലവ രാജാക്കന്മാർ പണിതുയർത്തിയ ഒരു സിറ്റിയാണിത്. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ അല്ലെങ്കിൽ മഹാമല്ലനാണ് ഇതിന് തുടക്കം കുറിച്ചത്. അതിനാൽ തന്നെ മഹാബലിപുരത്തിന് മാമലപുരം എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് മഹാബലിപുരം ബീച്ച്. ഈ ഒരു ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. ഇവിടെ കാണുന്ന എല്ലാം അവർ കല്ലുകളിൽ കൈകൊണ്ട് കൊത്തുപണി ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അന്നത്തെ കാലത്ത് മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കയ്യിൽ ഉപയോഗിക്കാവുന്ന ടൂൾസ് വെച്ചിട്ട്, അതായത് ഈ ഉളി പോലെയുള്ള ടൂൾസൊക്കെ വെച്ച് കൊത്തുപണി ചെയ്തെടുത്തിട്ടുള്ളതാണ്. എത്ര മനോഹരമായിട്ടാണെന്നറിയോ അവർ ആ കല്ലുകളിലെ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. പല പല അർത്ഥങ്ങളുണ്ട് ഓരോന്നിനും. പിന്നെ ഇത്രയും വർഷമായിട്ടും ഇതിനൊന്നും ഒരു കേടുപാടും ഇല്ലാതെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അങ്ങനെ ഷോർ ടെമ്പിളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ചരിത്രമൊക്കെ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് പഞ്ചരഥാസ് അല്ലെങ്കിൽ 5 രഥങ്ങൾ അവിടേക്കാണ്. ഈ പഞ്ചരഥം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് പഞ്ചപാണ്ഡവന്മാരുടെ ആയിരിക്കുന്നത്. അതെ, പഞ്ചപാണ്ഡവന്മാരുടെ പേരിലുള്ള രഥങ്ങളാണിത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഈ ഒരു രഥങ്ങളും അതുപോലെ ഒരു സിംഹം, ആന, ഈ രൂപങ്ങളൊക്കെ ഒറ്റ കല്ലിൽ കൊത്തിയുണ്ടാക്കിയിട്ടുള്ളതാണ്. എന്തായാലും അപ്പം അവരുടെ ഒരു കഴിവ് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആദ്യം കണ്ടത് ദ്രൗപദി രഥമാണ്. അപ്പോൾ ദ്രൗപദിയുടെ ഒരു രൂപമൊക്കെ ഉള്ളിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അതിനടുത്ത് തന്നെ അർജുന രഥം ഉണ്ടായിരുന്നു, അർജുനൻ്റെ രഥം. പിന്നെ ഭീമൻ്റെ രഥം അത് കുറച്ചുകൂടി വലുതാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഉള്ളിലത്തെ കാഴ്ചകൾ കാണാനും നല്ല രസമാണ്. ഇങ്ങനെ കാർവ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അടുത്തത് നകുല സഹദേവ രഥ. ഇത് കുറച്ച് ചെറുതാണെങ്കിലും ഇതിലും ഒരുപാട് കൊത്തുപണികൾ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തത് ധർമ്മരാജരഥ, യുധിഷ്ഠിരൻ്റെ രഥമാണ്. അപ്പോൾ ഇതിലൊക്കെ കണ്ടോ, ഇതിലൊക്കെ നോക്കുമ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ ഒരുപാട് കൊത്തുപണികളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മീനിങ് ഒന്നും എനിക്ക് ശരിക്കറിയില്ല. പക്ഷേ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എല്ലാത്തിനും. ഓരോ രഥത്തിനും അതിൻ്റേതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ, ഇങ്ങനത്തെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കൊത്തുപണികൾ, ശില്പങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു മഹാബലിപുരം. അപ്പോൾ ചെന്നൈയിൽ വന്ന മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്പോട്ടാണ് മഹാബലിപുരം. മഹാബലിപുരത്ത് ഇനിയും കാഴ്ചകൾ ബാക്കിയാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം കാണുന്നതാണ് ഈ ഒരു കൃഷ്ണമണ്ഡപം. ഈ ഒരു കൃഷ്ണമണ്ഡപത്തിൽ കൃഷ്ണൻ ഗോവർദ്ധന മല എടുത്ത് പൊക്കിയില്ലേ, ആ കൊത്തുപണികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വരച്ചിട്ടുള്ള ഒരു മണ്ഡപമാണ് ഈ ഒരു കൃഷ്ണമണ്ഡപം.
ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ദാ നമുക്ക് കൃഷ്ണൻ ഗോവർദ്ധന മല എടുത്ത് പൊക്കുന്ന ആ ഒരു കൊത്തുപണി ഇവിടെ കാണാൻ പറ്റും. അതിന് താഴെ കുറേ മനുഷ്യർ നിൽക്കുന്നുണ്ട്, കുട്ടികൾ നിൽക്കുന്നുണ്ട്, അതുപോലെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു കൊത്തുപണി തന്നെയാണത്. Largest of all cave temples of the Pallavas. പല്ലവാസ് സീതയിലെ ഏറ്റവും വലിയ കേവ് ടെമ്പിൾസ് ആയിട്ടാവണം. പക്ഷേ പറഞ്ഞ പോലെ പല്ലവാസിൻ്റെ ഏറ്റവും വലിയ കേവ് ടെമ്പിൾ ആവേണ്ടിയിരുന്ന ഒരു അമ്പലമായിരുന്നു കേട്ടത്. പക്ഷെ ഇതിൻ്റെ പണി അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എവിടേക്കോ ഒരു പോരായ്മകൾ, എന്തൊക്കെയോ പണി തീർക്കാൻ പറ്റാതിരുന്ന ഒരു ടെമ്പിളാണിത്. ഇത് പഞ്ചപാണ്ഡവ മണ്ഡപം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ കുറേ പില്ലേഴ്സ് ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത്. അതുപോലെ നമ്മളിങ്ങനെ ടെമ്പിൾ ആകുമ്പം അവിടെ ഇങ്ങനെ പ്രതിഷ്ഠിക്കാനായിട്ടൊരു ഇത് വയ്ക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ രൂപങ്ങളായിട്ടൊന്നും ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പണിതിട്ടില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കാം മേ ബി പണി തീരാത്തത് എന്ന് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടുത്തതായി നമ്മൾ കണ്ടത് മഹാബലിപുരത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അർജുനൻ പെനൻസ് ആണ്. മഹാബലിപുരത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു അർജുനാസ് പെനൻസ് ആയിരിക്കും. ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു അവരുടെ പാഠപുസ്തകത്തിൻ്റെയൊക്കെ പുറം ചട്ടയിൽ ഈ ഒരു ചിത്രമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പറയുകയാണെങ്കിൽ ഇത് അർജുനൻ്റെ കഠിന തപസ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മഹാഭാരതത്തിൽ അർജുനൻ കഠിനമായിട്ട് തപസ് ചെയ്യുന്ന ഒരു കഥയുണ്ട്. പാശുപതാസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ട് അർജുനൻ നടത്തിയ ഒരു ഉഗ്ര തപസ് അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വരച്ചിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അർജുനൻ ഇങ്ങനെ കൈ രണ്ടും മേൽപോട്ട് ഉയർത്തി കാല് പൊക്കി തപസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സ്റ്റോറി ഗംഗാ നദീനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ നടുവിൽ ചാല് പോലെ ഗംഗാ നദീനെ വരച്ചിട്ടുണ്ട്. അതിനു ചുറ്റും ഒരുപാട് മൃഗങ്ങളെ വരച്ചിട്ടുണ്ട് കേട്ടോ. ആന, മയിൽ, കുരങ്ങ്, അതിലൊരു അമ്മയാനയും കുട്ടിയാനയും ഒക്കെ വരച്ചിരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും ജീവനുള്ളതുപോലെയാണ് കേട്ടോ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അടുത്തതായി ഇവിടെയുള്ള ഒരു മഹാ അത്ഭുതം തന്നെ പറയാം. അതാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ. ഇത് ശരിക്കും ഒരു അത്ഭുതമാണ്. അത്രയും സ്ലോപ്പായിട്ടുള്ള ആ ഒരു പ്രതലത്തിൽ ഈ ഒരു റോക്ക് എങ്ങനെയാണ് ഒരു പോയിന്റിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതെന്നുള്ളത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് കാറ്റും മഴയും ഒക്കെ കൊണ്ടിട്ടും ഒരു അനക്കവും ഇല്ലാതെ, ഒരു കുലുക്കവും ഇല്ലാതെ ആ ഒരു ബോൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പണ്ട് പല്ലവ രാജാക്കന്മാരും ഈ ഒരു റോക്ക് അവിടെ നിന്ന് നീക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 7 ആനകളെ ഉപയോഗിച്ച് നീക്കാൻ നോക്കിയിട്ടും അത് അവിടെ നിന്ന് ഒരു കുലുക്കം പോലും കുലുങ്ങിയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ലോർഡ് കൃഷ്ണയായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ആകൃതിയെല്ലാം വെച്ചിട്ട് ഇവിടുത്തെ ആൾക്കാരെ വിളിച്ചു വന്നിരുന്നതാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ എന്ന്. ഇവിടുത്തെ ഒരു ഫേമസ് ഫോട്ടോ സ്പോട്ടും കൂടിയാണിത്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഈ ഒരു പാറേനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പം ഇത് കുറച്ച് സ്ലോപ്പായ കാരണം അച്ഛനമ്മയൊന്നും കയറി വന്നില്ല കേട്ടോ. അപ്പോൾ അവരവിടെ താഴെ ഇരിക്കുമായിരുന്നു. നമുക്കിവിടെ ഇനിയും മേലേക്ക് കയറി പോവാം. കുറേ നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകണമെങ്കിൽ കുനിഞ്ഞ് പോകണം.
കുറേ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഒരു കൊട്ടിക്കൽ മണ്ഡപമാണ്. ഇതിനുള്ളിലും കുറേ കൊത്തുപണികളുണ്ട് കേട്ടോ. കുറേ രൂപങ്ങൾ ഇവിടെ കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മെല്ലെ തിരിച്ചു പോന്നു. തിരിച്ചു വരുന്ന വഴിയാണ് ഇവിടെ ഒരു ആന, മയിൽ, അതുപോലെ ഒരു കുരങ്ങൻ്റെ രൂപം കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട്. ശരിക്കും നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഹാബലിപുരത്തെ കാഴ്ചകൾ ഏകദേശം അവസാനിക്കാറായിട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് പോയത് ലൈറ്റ് ഹൗസ് കാണാനായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി. അത് കാരണം ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതിനടുത്തുള്ള ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ഒരു ദേവി ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നേരെ അവിടേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലും ഏകദേശം നമുക്ക് ലൈറ്റ് ഹൗസിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു സൈഡ് ഫുള്ള് കടലും മറ്റേ സൈഡ് ഫുള്ള് ഇങ്ങനെ പച്ചപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വ്യൂ. നമ്മൾ അവിടെ നിന്ന് കയറി ഇറങ്ങുമ്പോഴേക്കും ഏകദേശം സൺസെറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മഹാബലിപുരത്ത് തന്നെ നല്ലൊരു സൺസെറ്റ് കണ്ട് ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.